ഇനി നമ്മൾ പഠിക്കുന്ന മെക്കാനിസം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഫിൽട്രേറ്റ് ആണ് കേട്ടോ. എങ്ങനെയാണ് ഫിൽട്രേറ്റിനെ ഫർദർ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു കൗണ്ടർ കറന്റ് മെക്കാനിസം വിച്ച് ഈസ് സീൻ ഇൻ ദ ലൂപ്പ് ഓഫ് ഹെൻലി റീജിയൻ ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ മേക്കിംഗ് മോർ കോൺസെൻട്രേറ്റഡ് യൂറിൻ എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അതെങ്ങനെയാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കറിയാം ലൂപ്പ് ഓഫ് ഹെൻലി ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ മെഡുല റീജിയൻ ഓഫ് ദ കിഡ്നി അല്ലേ. അപ്പൊ നമ്മള് ആ മെഡുല റീജിയൻ ഓഫ് ഇവിടെ കുറച്ച് ടേംസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതായത് ഇതിനെ നമ്മൾ കംപ്ലീറ്റ് മെഡുല റീജിയൻ എന്ന് പറയും. മെഡുല റീജിയനിലേക്ക് കാണുന്ന ഈ റീജിയനാണ് നമ്മൾ ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് പറയാം. ഈ ലൂപ്പ് ഓഫ് ഹെൻലിയുടെ ഇടയിൽ കൂടെ കാണുന്ന സ്പേസിന് പറയുന്ന പേരാണ് മെഡുലറി ഇന്റർസ്റ്റീഷ്യം. മെഡുലറി ഇന്റർസ്റ്റീഷ്യം അതായത് ദ ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ ദ റീനൽ ട്യൂബ്യൂൾ വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദ മെഡുല. മെഡുലയുടെ മെഡുല റീജിയനിൽ കൂടെ പാസ് ചെയ്യുന്ന കിഡ്നി ട്യൂബ്യൂളിന്റെ ഇടയിൽ കൂടെയുള്ള സ്പേസിൽ നമ്മൾ പറയുന്ന പേരാണ് മെഡുലറി ഇന്റർസ്റ്റീഷ്യം. അപ്പൊ ഇവിടെ ഇത് യൂറിൻ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കാൻ കുറച്ച് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് അസെൻഡിങ് ഡിസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി. ഡിസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി കൂടെ ഫിൽട്രേറ്റ് ഒഴുകുന്ന താഴത്തേക്കും അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി കൂടെ ഫിൽട്രേറ്റ് ഒഴുകുന്ന മേലേക്കുമാണ്. അതൊരു കൗണ്ടർ കറന്റ് ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം ദിസ് ഈസ് ദ വാസാറെക്റ്റ. ഇത് വാസാറെക്റ്റ ആണ് കേട്ടോ. ഇത് ലൂപ്പ് ഓഫ് ഹെൻലി, ഇത് വാസാറെക്റ്റ. ഈ വാസാറെക്റ്റയുടെ ഡിസെൻഡിങ് വാസാറെക്റ്റ ഇറ്റ് പാസസ് ത്രൂ ദ അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി. അസെൻഡിങ് വാസാറെക്റ്റ പാസസ് ത്രൂ ദ ഡിസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് പറഞ്ഞാൽ ഈ വാസാറെക്റ്റയും അതുപോലെ തന്നെ ലൂപ്പ് ഓഫ് ഹെൻലിയും കൂടിയിട്ടും ഒരു കൗണ്ടർ കറന്റ് ഉണ്ടാക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷണൽ ഫ്ലോ ഉണ്ടാക്കുന്നുണ്ട്. Now how they are making more concentrated urine by reabsorption of sodium chloride, water and urea. യൂറിയയുടെയും സോഡിയം ക്ലോറൈഡിന്റെയും വാട്ടറിന്റെ റീഅബ്സോർപ്ഷൻ വഴിയാണ് ഒരു കോൺസെൻട്രേറ്റഡ് ഫിൽട്രേറ്റ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ എലിമിനേറ്റ് ചെയ്യുന്നത്. സാധാരണ ഇത് മാമൽസിലൊക്കെയാണ് കാണുക. കാരണം മാമൽസിലൊക്കെ ഹൈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ എലിമിനേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെക്കാനിസം ആണ് അവിടെ വർക്ക് ചെയ്യുക. സോ ഹിയർ it increases the osmolarity of the osmotic gradient. It will be made in between this the kidney tubule as the loop of Henle. Loop of Henleയുടെ ഇടയിൽ കൂടെ ഉണ്ടാക്കുന്ന ഓസ്മോട്ടിക് കോൺസെൻട്രേഷന്റെ വ്യത്യാസം കൊണ്ട്, ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ കൂട്ടിയും കുറച്ചും ഒക്കെയാണ് ഇത് മാക്സിമം ഫിൽട്രേറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നമ്മുടെ ബ്ലഡ് എടുത്താല് ബ്ലഡിന്റെ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്, അതിന്റെ ഓസ്മോളാരിറ്റി എന്ന് പറയുന്നത് 300 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ ആണ്. 300 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ ആണ് നമ്മുടെ ബ്ലഡിന്റെ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാല് ഈ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ കൂടെ വരുന്ന ഫിൽട്രേറ്റ് അത് ഐസോട്ടോണിക് ടു പ്ലാസ്മയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിന്റെ പ്ലാസ്മയ്ക്ക് സിമിലർ ആയിട്ടുള്ള കോൺസെൻട്രേഷൻ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അത്രയും ഓസ്മോളാരിറ്റി തന്നെയാണ് ഈ പറയുന്ന പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലുള്ള ഫിൽട്രേറ്റിനും ഉള്ളത്. ഇനി നമുക്ക് അതിന്റെ കോൺസെൻട്രേഷൻ കൂട്ടി കൊണ്ടുവരണം, അതായത് അതിന്റെ ഓസ്മോളാരിറ്റി കൂട്ടി കൊണ്ടുവരണം. അതേപോലെ മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിൽ ആ ഓസ്മോട്ടിക് ഗ്രേഡിയന്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ കൂട്ടിയാൽ മാത്രമാണ് നമുക്ക് റീഅബ്സോർപ്ഷൻ നടത്താൻ പറ്റുള്ളൂ. സോ ഹിയർ വി വിൽ സീ when this filtrate is passing from the proximal convoluted tubule to this descending limb of loop of Henle. Descending limb of loop of Henle ലേക്ക് അത് പാസ് ചെയ്യുമ്പോൾ ഇത് വാട്ടറിന് പെർമിയബിൾ ആണ്. എന്ന് പറഞ്ഞാൽ എന്താ, വാട്ടറിനെ അത് പുറത്ത് കടത്തിവിടും. ആര്? ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി. ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി വാട്ടറിന് പെർമിയബിൾ ആണെന്ന് ചോദിച്ചാൽ ഇതിൽ നിന്നുള്ള വെള്ളം മുഴുവൻ പുറത്തേക്ക് കിടന്ന ഫിൽട്രേറ്റ് എങ്ങനെയാവും? കോൺസെൻട്രേറ്റഡ് ആയിട്ട് മാറും. ഞാൻ ആദ്യം ഇതിന്റെ ഉള്ളിലത്തെ ഭാഗം പറയാം, എന്നിട്ട് മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിൽ എങ്ങനെയാണ് കോൺസെൻട്രേഷൻ കൂടുന്നതെന്ന് പറയാം കേട്ടോ. അപ്പൊ ഇവിടെ 300 മില്ലി ഓസ്മോൾ എന്ന് പറയുന്ന മെഡുലറി റീജിയനിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിന്ന് വെള്ളം പോയി തുടങ്ങുമ്പോഴത്തേക്കും 400 മില്ലി ഓസ്മോൾ ആയിട്ട് മാറും. അത് കഴിഞ്ഞ് വീണ്ടും ഇത് താഴത്തേക്ക് വരുന്തോറും വാട്ടർ ഇങ്ങനെ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താവും? 600 ആവും, 800 മില്ലി ഓസ്മോൾ ആവും, 1000 മില്ലി ഓസ്മോൾ ആവും. അതിന്റെ ഏറ്റവും ഡീപ്പ് റീജിയനില്, അതായത് അതിന്റെ ആ ലൂപ്പിൽ വന്നിട്ട്, അതിന്റെ ആ ഒരു കർവിൽ വന്നിട്ട് ഏറ്റവും ഹൈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഫിൽട്രേറ്റ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് 1200 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ. അപ്പൊ ഇവിടെ എത്തുമ്പോഴത്തേക്കും ആ ഫിൽട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ മാക്സിമം കൂടി. Now
നമുക്കറിയാം നെക്സ്റ്റ് പോർഷൻ ഇറ്റ് ഈസ് അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി. അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി കൂടെ ഈ ഫിൽട്രേറ്റ് പാസ് ചെയ്യുമ്പോൾ അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി ഈസ് ഇംപെർമിയബിൾ ടു വാട്ടർ. വാട്ടറിന് ഇംപെർമിയബിൾ ആണ് അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി. അതേപോലെ ഇവിടെ കുറെ അധികം വാട്ടർ പുറത്തേക്ക് എടുക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനെ ചുറ്റും കാണുന്ന വെള്ളത്തിന്റെ ഉള്ളിൽ ചുറ്റും കാണുന്ന മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തില് വെള്ളത്തിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. സോ ഇറ്റ് വിൽ എലിമിനേറ്റ് സോഡിയം ക്ലോറൈഡ് കണ്ടിന്യൂസ്ലി ഇൻ ദ അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി. സോഡിയം ക്ലോറൈഡിനെ പുറത്തേക്ക് കളയും. സോഡിയം ക്ലോറൈഡിനെ പുറത്തേക്ക് കളയുമ്പോൾ എന്താവും, ആ മിനറൽ സോൾട്ട് വന്നിട്ട് കുറയും. അതായത് അതിൻ്റെ അകത്ത് സൊല്യൂട്ട് കുറയും. സൊല്യൂട്ട് കുറയുമ്പോൾ എന്താവും, അതിന്റെ ഓസ്മോളാരിറ്റി അല്ലെങ്കിൽ തിക്നെസ് കുറഞ്ഞു വരും. സോ ഹിയർ വി ക്യാൻ സീ വെൻ ഇറ്റ് ഈസ് മൂവിംഗ് ടു അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി, filtrate is reducing its concentration to 1000 milliosmol, 800 milliosmol, 600 milliosmol, 400 milliosmol. When it enters inside the distal convoluted tubule, it will be showing 300 milliosmol. Okay, this much is clear. Ascending limb of loop of Henle, descending limb of loop of Henle activity ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. Now we can see, now we are just going to see how the descending vasa recta, when it is passing through this way, descending vasa recta എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. ഇത് എന്തിനെ കവർ ചെയ്തിട്ടാണ് നിൽക്കുന്നത്, ഇത് എന്തിനെ സറൗണ്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്? ഇറ്റ് ഈസ് സറൗണ്ടിങ് ദ അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി. അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി ആരെയാ പുറത്തു വിടുന്നത്? സോഡിയം ക്ലോറൈഡിനെയാണ് പുറത്തു വിടുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കുഴല് ഇങ്ങനെ ഇങ്ങോട്ട് ഫിൽട്രേറ്റ് പോകുമ്പോൾ ഇതിനെ ചുറ്റി വരുന്ന വേറെ ഒരു ബ്ലഡ് ക്യാപ്പിലറി താഴത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് പുറത്തു വിടുന്നത് എന്താണോ അതിനെ റിസീവ് ചെയ്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യും അല്ലെ. സോ ഹിയർ ദിസ് descending vasa recta and ascending limb of loop of Henle, they show counter current or opposite flow. There we can see ascending limb of loop of Henle, which is eliminating sodium chloride, which will be absorbed immediately by the descending vasa recta. Descending vasa recta sodium chloride ne absorb ചെയ്യും കണ്ടോ. അപ്പൊ descending vasa rectയുടെ ഓസ്മോളാരിറ്റി വന്നിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ. സോഡിയം ക്ലോറൈഡിനെ അത് എടുക്കുമ്പോൾ 300 മില്ലി ഓസ്മോൾ ഉണ്ടായിരുന്നു, 400 ആയി, 600 ആയി, 800 ആയി, 1000 ആയി, 1200 ആയി ഈ ലൂപ്പ് റീജിയനിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും. Now if you see when it is reaching in this descending limb of loop of Henle, descending limb of loop of Henle എത്തുമ്പോൾ വാസാ റെക്ട നേരെ മേലേക്കാണ് ഒഴുകുന്നത് അല്ലെ. വാസാ റെക്ട കൂടെ ബ്ലഡ് എങ്ങോട്ടാണ് ഒഴുകുന്നത്? മേലേക്കാണ് ഒഴുകുന്നത്. ഈ ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി പുറത്തേക്ക് വിടുന്നത് എന്താ? വെള്ളമാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് അസെൻഡിങ് വാസാ റെക്ട ഇറ്റ് വിൽ സ്റ്റാർട്ട് എലിമിനേറ്റിംഗ് സോഡിയം ക്ലോറൈഡ്. കാരണം എന്താ, ഇവിടെ ഈ സോഡിയം ക്ലോറൈഡിന്റെ അളവ് കൂടുതലാണ്, ഇവിടെ വെള്ളം കൂടുതലാണ്. അപ്പൊ എന്തായി, സൊല്യൂട്ട് ഇതിന്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്തു കൊടുക്കും. അതായത് അസെൻഡിങ് വാസാ റെക്ടയിൽ സോഡിയം ക്ലോറൈഡിനെ പുറത്തേക്ക് കളഞ്ഞിട്ട് അത് വെള്ളത്തിനെ അകത്തേക്ക് എടുക്കാൻ തുടങ്ങും. So here what happened, at last sodium chloride will be accumulated in this region. സോഡിയം ക്ലോറൈഡ് എവിടെ അക്യുമുലേറ്റ് ചെയ്യും? ഈ മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിൽ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും. കാരണം എന്താ, സോഡിയം ക്ലോറൈഡിനെ ഉള്ളിലേക്ക് ഇവിടെ ആരും എടുക്കുന്നില്ല. അസെൻഡിങ് ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി സോഡിയം ക്ലോറൈഡിനെ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സോഡിയം ക്ലോറൈഡ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്ത് തുടങ്ങും. സോഡിയം ക്ലോറൈഡ് മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിൽ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? വാട്ടറിന്റെ പെർമിയബിലിറ്റി ഇൻ ഫ്രം ദിസ് റീജിയൻ ഇറ്റ് വിൽ ബി ഇൻക്രീസ്ഡ്. അപ്പൊ എന്താ, ആ വരുന്ന വെള്ളത്തിന് വേഗം ആര് അബ്സോർബ് ചെയ്യും? ദ അസെൻഡിങ് വാസാ റെക്ട വിച്ച് ഇസ് പാസിംഗ് ത്രൂ ദ ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി. ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി കൂടെ പാസ് ചെയ്യുന്ന അസെൻഡിങ് വാസാ റെക്ട വേഗം വെള്ളത്തിനെ അബ്സോർബ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറ്റും. ആൻഡ് വി ക്യാൻ സീ ദ ഓസ്മോളാരിറ്റി വിച്ച് ഇസ് പ്രസന്റ് ഇൻസൈഡ് ദ ascending vasa recta. It is decreasing as 1200 to 1000, then to 800, then to 600, then to 400, and then it reaches to 300. Okay, so here ഈ വെള്ളം കൂടെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് പുറത്ത് ഹൈപ്പർടോണിസിറ്റി ഉണ്ടാക്കുന്നത്. ഹൈപ്പർടോണിസിറ്റി എന്ന് പറയുന്നത് എന്താ, സോഡിയം ക്ലോറൈഡിന്റെ ഈ യൂറിയയുടെയും കൂടെ കൂടിയ ആക്ടിവിറ്റിയാണ്. ഈ യൂറിയ എവിടെ നിന്നാണ് പുറത്തേക്ക് വരുന്നത്? യൂറിയ ഈസ് ദ എലിമിനേറ്ററി പ്രോഡക്റ്റ് ഓഫ് ദ നൈട്രോജനസ് വേസ്റ്റ് പ്രോഡക്റ്റ് ഇൻ ഹ്യൂമൻ അല്ലെങ്കിൽ മാമൽസ്. അപ്പൊ ഈ യൂറിയ വന്നിട്ട് കളക്ടിങ് ഡക്റ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനൊപ്പം തന്നെ കുറച്ച് വെള്ളവും കൂടെ കളക്ടിങ് ഡക്റ്റിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോരുന്നുണ്ട്. അപ്പൊ ഈ യൂറിയ സോഡിയം ക്ലോറൈഡും കൂടി കൂടിയിട്ടാണ് ഹൈപ്പർ ടോണിസിറ്റി ഉണ്ടാക്കുന്നത്. എവിടെ? മെഡുലറി ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡില്. മെഡുലറി ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താ? ദ ഫ്ലൂയിഡ് വിച്ച് ഇസ് പ്രസന്റ് ഇൻ ദ മെഡുലറി ഇന്റർസ്റ്റീഷ്യം ഓർ ദ ഫ്ലൂയിഡ് വിച്ച് ഇസ് പ്രസന്റ് ഇൻ ബിറ്റ്വീൻ ദ
കിഡ്നി ട്യൂബ്യൂൾ വിച്ച് ഇസ് പ്രസന്റ് ഇൻ ദ മെഡുല റീജിയൻ. മെഡുല റീജിയനിൽ കാണുന്ന കിഡ്നി ട്യൂബ്യൂളിന്റെ ഇടയിൽ കൂടെ കാണുന്ന ഫ്ലൂയിഡ് ആണ് മെഡുലറി ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ആ മെഡുലറി ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ലിംഫ് പോലത്തെ തന്നെ ഒരു ഫ്ലൂയിഡ് ആണ്. കാരണം എന്താ, അത് ഇന്റർ സെല്ലുലാർ ഫ്ലൂയിഡ് ആണ് അല്ലെ, അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണ്. അതിനകത്തേക്ക് കോൺസെൻട്രേഷൻ കൂട്ടണമെങ്കിൽ സോഡിയം ക്ലോറൈഡ്, അതിന്റെ കോൺസെൻട്രേഷൻ കൂട്ടണമെങ്കിൽ സോഡിയം ക്ലോറൈഡ് ഈ പറയുന്ന അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിന്ന് പുറത്തു വരണം. അതുപോലെ തന്നെ യൂറിയ ഇവിടുന്ന് പുറത്തു വരണം. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. കൗണ്ടർ കറന്റ് മെക്കാനിസം സാധാരണ യൂറിന്റെ കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫിൽട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ആണ്. ഇവിടെ കൗണ്ടർ കറന്റ് മെക്കാനിസം കാണിക്കുന്ന അസെൻഡിങ് ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയും അസെൻഡിങ് ഡിസെൻഡിങ് വാസ റെക്റ്റയും കൂടി കൂടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മുടെ യൂറിന്റെ കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് മെഡുലറി ഇന്റർസ്റ്റീഷ്യം ഉള്ളിലേക്ക് പോകുന്തോറും അതിന്റെ ടോണിസിറ്റി അല്ലെങ്കിൽ അതിന്റെ കോൺസെൻട്രേഷൻ കൂട്ടി കൊണ്ടുവന്നാലാണ് മാക്സിമം വെള്ളം നമുക്ക് ലൂപ്പ് ഓഫ് ഹെൻലിന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണ് നടക്കുന്നതെന്നാണ്. അതിനെ ഫേവർ ചെയ്ത് നിൽക്കുന്നതാണ് രണ്ട് കൗണ്ടർ കറന്റ്, രണ്ട് ഓപ്പോസിറ്റ് ഫ്ലോയും. അതിനകത്ത് ഒരു കൗണ്ടർ കറന്റ് എന്ന് പറയുന്നത് കൗണ്ടർ കറന്റ് ഇൻ ബിറ്റ്വീൻ ദ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി. അസെൻഡിങ് ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയുടെ ഓപ്പോസിറ്റ് ഒഴുക്ക്. അതേപോലെ തന്നെ അസെൻഡിങ് ഡിസെൻഡിങ് വാസ റെക്റ്റ അതിന്റെ ഓപ്പോസിറ്റ് ഒഴുക്ക്. അത് എന്തുമായിട്ടാണ് കൗണ്ടർ കറന്റ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അസെൻഡിങ് വാസ റെക്റ്റ it will make a counter current with the descending limb of loop of Henle. Descending vasa recta it make a counter current with the ascending limb of loop of Henle. ഇനി നമ്മൾ ഈ ലൂപ്പ് ഓഫ് ഹെൻലി റീജിയൻ എടുത്താൽ ലൂപ്പ് ഓഫ് ഹെൻലിയിൽ ഡിസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി പെർമിയബിൾ ടു വാട്ടർ ആണ്. അത് വെള്ളത്തിനെ പുറത്തേക്ക് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. പക്ഷെ സോഡിയം ക്ലോറൈഡിനെ അക്യുമുലേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയുടെ ഉൾഭാഗത്തേക്ക് പോരുന്തോറും അതിന്റെ കോൺസെൻട്രേഷൻ കൂടി വന്ന് 1200 വരെ എത്തുന്നത് കാണാം. അതുപോലെ അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയിൽ എത്തുമ്പോൾ അത് വാട്ടറിന് ഇംപെർമിയബിൾ ആണ്. പക്ഷെ സോഡിയം ക്ലോറൈഡിന് ഇത് പെർമിയബിൾ ആണ്. അപ്പൊ സോഡിയം ക്ലോറൈഡിന് ഇത് കണ്ടിന്യൂസ് ആയിട്ട് റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ സോഡിയം ക്ലോറൈഡിനെ റിലീസ് ചെയ്യുമ്പോൾ ഇതിന്റെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറയുന്ന അനുസരിച്ച് ഓസ്മോളാരിറ്റി ആ ഫിൽട്രേറ്റിന്റെ കുറയും. അതിന്റെ ഓസ്മോളാരിറ്റി വന്ന് 1200 300 ആയിട്ട് മാറുന്നതും കാണാം. Now, ഈ അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിനെ സറൗണ്ട് ചെയ്തിട്ട് ഡിസെൻഡിങ് വാസ റെക്റ്റ വരുന്നുണ്ട്. ഈ ഡിസെൻഡിങ് വാസ റെക്റ്റ സോഡിയം ക്ലോറൈഡിനെ ഇവിടുന്ന് പുറത്ത് വിടുന്നതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് അബ്സോർബ് ചെയ്യും കേട്ടോ. സോഡിയം ക്ലോറൈഡ് അബ്സോർബ് ചെയ്യും ഡിസെൻഡിങ് വാസ റെക്റ്റ. അപ്പൊ ഡിസെൻഡിങ് വാസ റെക്റ്റയുടെ ഓസ്മോളാരിറ്റി വന്നിട്ട് കൂടി 1200 വരെ എത്തും. ഓക്കെ, അപ്പൊ 1200 വരെ ഓസ്മോളാരിറ്റി എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ വാസ റെക്റ്റ ഡിസെൻഡിങ് വാസ റെക്റ്റ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടാവും. ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയിലേക്ക് എത്തിയിട്ടുണ്ടാവും. പിന്നെ ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇത് കാണുക, അല്ലെങ്കിൽ അതിനകത്ത് അസോസിയേറ്റ് ചെയ്തിട്ടാണ് കാണുക. അപ്പൊ ഈ ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിന്ന് റിലീസ് ചെയ്യുന്ന വെള്ളത്തിനെ എടുത്തിട്ട് സോഡിയം ക്ലോറൈഡിനെ വീണ്ടും എലിമിനേറ്റ് ചെയ്തിട്ട് മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിലേക്ക് വിടും. സോഡിയം ക്ലോറൈഡിനെ വീണ്ടും മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിലേക്ക് വിടുമ്പോൾ എന്താവുന്ന വെച്ചാല് മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിന്റെ സോൾട്ടിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടി വരും. നമുക്ക് ഈ അസെൻഡിങ് വാസ റെക്റ്റയില് അതിന്റെ ഓസ്മോളാരിറ്റി 1200 300 വരെ കുറയുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പൊ ഈ മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിലെ സോഡിയം ക്ലോറൈഡിന്റെ അക്യുമുലേഷനും അതുപോലെ ഈ സെയിം ടൈമിലെ മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിലെ യൂറിയയുടെ അബ്സോർപ്ഷൻ ഫ്രം ദ കിഡ്നി ട്യൂബ്യൂളിൽ നിന്ന് കളക്ടിങ് ഡക്റ്റിൽ നിന്ന് യൂറിയയും റീഅബ്സോർബ് ചെയ്യും. എങ്ങോട്ട്? മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിലേക്ക് കേട്ടോ, ബ്ലഡ് കാപ്പിലറീസിലേക്കല്ല, മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിലേക്ക്. അതിന്റെ ഒപ്പം വെള്ളവും കുറച്ച് പുറത്തു വരും. ആ വെള്ളത്തിനെ അബ്സോർബ് ചെയ്യാൻ ആർക്ക് കഴിവുണ്ട്? വാസ റെക്റ്റയ്ക്ക് കഴിവുണ്ട്. അപ്പൊ ഇവിടെ വെള്ളത്തിനെ മാത്രമേ അബ്സോർബ് ചെയ്തങ്ങ് കൊണ്ടുപോകുന്നുള്ളൂ. ഈ വാസ റെക്റ്റ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ സോഡിയം ക്ലോറൈഡിനെ എടുക്കുന്നുണ്ടെന്ന് തോന്നിയാലും അത് സോഡിയം ക്ലോറൈഡിനെ ഇവിടെ കൊടുത്ത് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് അതങ്ങ് മേലേക്ക് കയറി പോവാ അല്ലെ. പക്ഷെ വെള്ളത്തിന് ഇത് റിസീവ് ചെയ്യുന്നത്, വെള്ളത്തിനെ ആദ്യം അത് പുറത്തേക്ക് വിടുന്നുണ്ട് എങ്കിലും ആ വെള്ളത്തിനെ വീണ്ടും അത് അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. അതായത് ഡിസെൻഡിങ് വാസ റെക്റ്റയിൽ നമുക്ക് കാണാം സോഡിയം ക്ലോറൈഡ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ വാസ റെക്റ്റയിലെ കോൺസെൻട്രേഷൻ കൂടുകയാണ് ചെയ്യുക അല്ലെ. സോഡിയം ക്ലോറൈഡിനെ എടുക്കുകയും വാട്ടറിനെ എലിമിനേറ്റ് ചെയ്ത് കളയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ വാട്ടറിനെ വീണ്ടും അത് ഉള്ളിലേക്ക് എടുക്കും. ആ എലിമിനേറ്റ് ചെയ്ത വാട്ടറിനെ അത് വീണ്ടും ഉള്ളിലേക്ക് എടുക്കും. അതുപോലെ ഈ ഡിസെൻഡിങ് വാസ റെക്റ്റ എലിമിനേറ്റ് ചെയ്യുന്ന വെള്ളത്തിനെ അത് ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്.
പിന്നെ അത് പുറത്തു വിടുന്ന സോഡിയം ക്ലോറൈഡിനെ ആരും ഇവിടെ റിസീവ് ചെയ്യാനില്ല. അതുപോലെ യൂറിയ ഇവിടുന്ന് പുറത്തു വരുന്നതും ആരും റിസീവ് ചെയ്യാനില്ല. അപ്പൊ ആ യൂറിയയും സോഡിയം ക്ലോറൈഡും കൂടി മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തില്, അതുപോലെ എന്ന് പറഞ്ഞാല് മെഡുലറി ഇന്റർസെല്ലുലാർ സ്പേസില് അതിന്റെ ഓസ്മോളാരിറ്റി കൂട്ടും. ഓസ്മോളാരിറ്റി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എവിടെ നിന്നൊക്കെ വെള്ളം വലിച്ചെടുക്കാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ വെള്ളം വലിച്ചെടുക്കും. ഇവിടെ വെള്ളം വലിച്ചെടുക്കാൻ പറ്റിയത് എവിടെ നിന്നൊക്കെയാണ്? The descending limb of loop of Henle ന്നും അതുപോലെ തന്നെ collecting duct ന്നും. That will help in increasing the concentration of the filtrate. This is majorly seen in the case of mammals. Hope you understood. ഈ ഒരു പോർഷനിൽ കുട്ടികൾക്ക് ഒരുപാട് ഡൗട്ട് വരാറുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഇതിന് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ യു കെൻ പുട്ട് ഇൻ ദ കമന്റ് ബോക്സ്. ഐ വിൽ ഗിവ് ദ റിപ്ലൈ. ഓക്കെ.